പ്രിയപ്പെട്ട കലക്ടർ മുതൽച്ച് വേങ്ങര പോലീസ് സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ നമ്മളെ വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രസിഡൻറ്റ്, നമ്മളെ വാർഡ് മെമ്പറായ ഹസീന ഫസലാക്ക് എല്ലാവരും അറിയുന്നതിന് നാട്ടുകാരുടെ സമക്ഷത്തിലും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വളരെ സങ്കടകരമായൊരു വിഷയത്തിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ ഗ്രീൻ വില്ലയിലാണ് ഞാൻ താമസിക്കണമെന്നുള്ളത്. ഇതിൻ്റെ മേൽഭാഗത്താണ് എൻ്റെ വീട് നിൽക്കുന്നത്. ഇത്രയും ഭാഗം അവർ ഇടിച്ച് താത്തി മുന്നേ പിന്നെ പുരയുടെ വൗട്ടിയാക്കാൻ്റെ മകൻ റഷീദ് മാഷി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചേൽക്കാണ് ഇപ്പോൾ ഇന്നലെ മുതലാണ് ഈ വെട്ടി താത്തിയിട്ടുള്ളത് മുഴുവനും. കണ്ടില്ലേ, ഇന്നലെ ഞാനിവിടെ JCBൻ്റെ ശബ്ദം കേട്ടു. മരമായ മരങ്ങൾ മുഴുവൻ മുറിച്ചു. അടുത്ത മഴക്കുള്ള കാറ്റ് കംപ്ലീറ്റ് എടുത്തിട്ട് എന്തൊക്കെയാവുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഈ വിഷയം കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, റോഡ് വെട്ടാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇവിടത്തേക്ക് മരം മുറിച്ച് വിറക് കൊണ്ടുപോകാനുള്ളത്. ഇന്ന് അതല്ല. ഇന്ന് ഇവർ എന്താ വെച്ചാൽ JCB നമ്പർ ഇതാണ്, മനസ്സിലാക്കണം എല്ലാവരും. ഇതാണ് JCB. അപ്പോൾ ഇത് ഇപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല സ്ഥലത്ത് വന്നപ്പോൾ ഈ JCBൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാനൊന്ന് ബാക്കിൽ കൂടെ ഇറങ്ങി നോക്കിയപ്പോൾ മാന്തിക്കൂട്ടാണ്. ഇതല്ല ഇത്ര ഡിഫറൻസ് ഉള്ളൂ. ഇതടുത്ത മഴയ്ക്ക് ഈ മല മൊത്തത്തിലിടിഞ്ഞ് എൻ്റെ വീട് അടക്കം ഇവിടുന്നാട് പോവും. വയനാട് ദുരന്തം കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞത്. ഇതുപോലെ കണ്ണിച്ചോരില്ലാത്ത ഓരോരോ മുതലാളിമാരുണ്ടായിട്ടാണ് ഈ ലോകത്തുള്ള എല്ലാ ദുരിതങ്ങളും ഉണ്ടാവുന്നത്. ഈ കോലത്തിൽ മണ്ണ് ഇടിച്ച് താത്തി ഞങ്ങളെപ്പോലത്തെ പാവങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കും? അടുത്ത മഴയ്ക്ക് ഇത് മുഴുവൻ ഇടിഞ്ഞു പോയി. ഞാനൊരു രോഗിയാണ്, വിധവയാണ്. എനിക്കിഞ്ഞൊരു വീടുണ്ടാക്കാൻ സാധ്യമല്ല. ഞാൻ ഇന്നും ആ ഒരു വീട് വാങ്ങിയതിൻ്റെ കാര്യത്തിൽ ഞാൻ കടത്തിൽ കിടക്കുകയാണ്. മനസ്സിലല്ലേ? ഇതിൻ്റെ നേരെ തൊട്ട മേലെയാണ് എൻ്റെ വീട്. ഇതൊക്കെ ഓല് മാന്തിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ഇത്ര ഡിഫറൻസ് അവർ വെച്ചിട്ടുള്ളൂ. കണ്ടില്ലേ? ഈ ഡിഫറൻസിലാണ് ഇത് ഇരിക്കുന്നത്. ഇത് അടുത്ത മഴയ്ക്ക് എന്തായാലും ഒലിച്ചു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴേക്കുള്ളത് താഴ്ച ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? ഇത് എന്തൊരു ദുരിതമാണ്. ഈ പാവങ്ങൾക്ക് ജീവിക്കേണ്ടത്. പൈസക്കാരനെ മാത്രം ജീവിച്ചാൽ മതിയോ? ഈ റഷീദ് മാഷക്ക് ഇവിടെ ഇത് മാന്തി കൂട്ടിയിട്ട് വേണോ കഞ്ഞി കുടിക്കാൻ? ഈ പാവപ്പെട്ട ഞങ്ങളെ കണ്ണീരൊടിപ്പിച്ചിട്ട് വേണോ? എന്താ ഇതിൻ്റെ ഈ ബാക്ക് ഭാഗം, വീടിൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. ഈ അവിടേക്ക് കയറാൻ പോയി എത്രയും താത്തിക്കണ്. ഇത്രയും ഇതിൽ ഇന്ന് മുതൽ ചോദിച്ച് താത്തിയതാണ്. മനസ്സിലായില്ലേ? ഇതിനപ്പുറത്ത് പോയിട്ട് വീഡിയോ ഞാൻ വേറെ എടുത്ത് കാണിച്ചു തരാം. ഇന്നലത്തെ മരം മുഴുവൻ മുറിച്ചിട്ട് കാണുന്ന രംഗാണിത്. മനസ്സിലായില്ലേ? ഇനി ഇത്രയും താഴ്ചക്കാണ്. ഇതാ ഇവിടെ പാവങ്ങൾ 2 വീടുണ്ട്. കണ്ടാ, 2 പാവങ്ങൾ വീട് ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് 2 പാവങ്ങൾ, ഇത് പഞ്ചായത്ത് കിട്ടിയ വീടാ. ഇത്രയും താഴ്ച നോക്കണം. ഇത് എത്ര പോരം ഉയരത്തിൽ താഴ്ചയല്ല പിന്നെ മാന്തിരുന്നുള്ളത്. ഈ ഒരു വയനാടൻ ദുരന്തം ഇവിടെയും പിന്നെ പ്രാവർത്തികമാവൂലേ? അതുകൊണ്ട് ഞാൻ JCB നിർത്തിക്കോളാൻ പറയണേ. ഇനി JCB ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ നെഞ്ഞത്തോ മാന്തണം. അല്ലാതെ നാളെ ഇവിടെ JCB ആയിട്ട് വരില്ല, ഇവിടെ പണി എടുക്കില്ല. അതെനിക്ക് നന്നായിട്ട് അത് ജനങ്ങളെ മുന്നിൽ അറിയിക്കാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ്റിൻ്റെ മുന്നിലും ജനങ്ങളെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നിനല്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഇജ് വീഡിയോ എടുത്തോ, എനിക്കൊരു പ്രശ്നമില്ല. ഇജ് എന്നെക്കായും വലിയ വീഡിയോ എടുക്കണമല്ലൊക്കെ ഞാൻ കണ്ടിക്കണേ. എനിക്ക് ഇജൊരു വിഷയമുള്ള ആളല്ല. എനിക്ക് ഇന്നെ തേച്ചറിയില്ല. മനസ്സിലായില്ലേ? ഈ JCB കണ്ട് വരിക, മനുഷ്യന്മാർ പൈസ കൊടുക്കുക, എന്നിട്ട് ഇതിങ്ങോട്ട് ഇടിച്ച് മാന്തുക. ഇന്നെ പറ്റി എന്താ വിചാരിച്ചിട്ടുണ്ട്? ഒന്നും എനിക്ക് അറിയില്ല എന്നെ പറ്റി. മനസ്സിലായി? ഇജ്ജ് വീട് എടുത്ത് വെച്ചിട്ടൊന്നും എനിക്കൊരു ചുക്കുമല്ല. മനസ്സിലായില്ലേ? ഓൻ വീഡിയോ എടുക്കുകയാണ് JCBക്കാരൻ. കണ്ടില്ലേ? ഈ കുണ്ടുതാണ് ഞാൻ അങ്ങോട്ട് കയറുന്നത്. കാരണം എനിക്കിന്ന് രാത്രി ഹോസ്പിറ്റലിലേക്ക് എനിക്ക് പോകേണ്ടിയെന്ന് ഉറപ്പാണ്. അതല്ല, എനിക്ക് നിവർത്തിയില്ല. ഇത്രയും ദൂരം താഴ്ന്നാണ് ഇത് മാന്തി കൊണ്ടുപോകണത്. കണ്ടില്ലേ? എന്താ അത്? ഇതിനൊന്നൊരു അധീനമില്ലേ? ഇവിടെ ചോദിക്കാനും പറയാൻ ആൾക്കാരില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിന് എനിക്ക് തീരുമാനം ഗവൺമെൻറ്റും നാട്ടുകാരും നമ്മളെ പോലീസ് സർവീസ് എല്ലാം ചെയ്തു തരണം. ഇല്ലാച്ചെങ്കിൽ ഈ JCB നാളെ ഇന്നാണ്ട് കൊല്ലണം. അല്ല ഇവിടെ ഈ ഒരു തരി മണ്ണ് ഇവിടെ താത്തൂല. ഓക്കെ, എല്ലാവരും ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണിത്.